ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. നമ്മള് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ നമ്മുടെ ഈ കസ്റ്റമർ ഈ വെള്ള അരിപ്പ് എല്ലാവരും മേടിക്കുന്നുണ്ട്. വളരെ മൈക്രോ ആയിട്ടുള്ള ഹോളാണ്, പിന്നെ ഒരുതരം മസ്ലിൻ ക്ലോത്ത് ആണ്, അതുകൊണ്ട് തന്നെ ഇത് പോകത്തില്ല, അടിപൊളിയാണ്. പിന്നെ നോക്കൂ, ഇങ്ങനത്തെ മൈക്രോ ഫൈബർ വെള്ളം മുഴുവൻ അബ്സോർവ് ആവും. ഇത് ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ അടുത്തുണ്ട്, നശിച്ചു പോകത്തേയില്ല. ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാറുണ്ട്. ചവിട്ടികളൊക്കെ അലക്കുന്നതിന് വേറെ സെപ്പറേറ്റ് വാഷിംഗ് മെഷീനിൽ. അപ്പൊ ഇത് നല്ലതാണ്. ഒത്തിരി ഒത്തിരി കളറുകളുണ്ട്. കിച്ചണിൽ ഇടാൻ പറ്റുന്ന നീളമുള്ളത് കൊണ്ട് ഇതുപോലെ അല്ലാതെ ബെഡ്റൂമിലും ബാത്റൂമിന്റെ ഒക്കെ മുമ്പിൽ ഇടാൻ പറ്റുന്ന അടിപൊളിയാണ്. ഫുൾ വെള്ളം അബ്സോർവ് ആകും. പിന്നെ അങ്ങനെ ഉണങ്ങി പോകും. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കഴിയാൽ മതി. ഒട്ടും വെള്ളം ഫ്ലോറിക്കടെ ആയി വൃത്തികേടാവില്ല. അടിപൊളിയാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട് കൂട്ടുകാരെ. ആവശ്യമുള്ളവരെല്ലാം മേടിച്ചോളൂ കേട്ടോ. അപ്പം അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് തരുന്ന നോക്കിയിട്ട് നമ്മൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളും പറഞ്ഞു കേട്ടോ, പാക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിന് ഓരോരോ മെത്തേഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടത് ഇപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്യാൻ അറിയാം. എല്ലാവരും എന്റെ പാക്കിങ്ങിനെ പ്രശംസിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ എന്താ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരെനിക്ക് മെസ്സേജ് വാട്സപ്പിൽ ഇടാറുണ്ട് കേട്ടോ, നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ നമ്മളത് പഠിച്ചു ആദ്യം. പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്നെ സഹിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി മോശപ്പെട്ട രീതിയിലായിരുന്നു പാക്കിങ് കാര്യങ്ങൾ. കുറെ പേർക്ക് പ്രൊഡക്റ്റ് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് അയച്ചു കൊടുത്തു എങ്കിൽ പോലും. അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കുമ്പോൾ എന്തായാലും ഒരു ഓപ്പൺ വീഡിയോ എടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും അതിൽ വെക്കാൻ ഞാൻ മറന്നു പോവോ അല്ലെങ്കിൽ ഡാമേജ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് റിപ്ലേസ് ചെയ്യും. അപ്പൊ എനിക്കത് വീഡിയോ എടുത്ത് കാണിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓരോന്ന് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് ലാസ്റ്റ് ഫൈനലി സമയം എടുക്കട്ടെ. ഇതിപ്പോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡിൽ ഓടിച്ചു വിടുന്നതാണ്. പക്ഷെ ഓരോന്ന് നോക്കി എടുത്ത് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അധ്വാനമുണ്ട്, സമയം എടുക്കും. അത് ഓക്കെ. പക്ഷെ ഞാനത് എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണല്ലോ, അപ്പൊ എനിക്കതിൽ സമാധാനം സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് നമ്മൾ രാവിലെ മുതൽ പാക്കിങ് തുടങ്ങി. നമുക്ക് 100 എണ്ണം വരെ ഒരു ദിവസം അയക്കാം കേട്ടോ. 100 എണ്ണത്തിൽ കൂടുതൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല DTDC-കാര്. പിന്നെ കുറച്ച് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറുണ്ട്, അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് സ്പെഷ്യലായിട്ട്. അപ്പൊ ഓരോന്ന് നമ്മൾ പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊറിയർ ഇവിടെ ഒരു ബെനിച്ചേട്ടനുണ്ട്, ആ ബെനിച്ചേട്ടൻ്റെ ഓട്ടോയിൽ കയറ്റി കൊടുത്തു വിടുക ചെയ്യണം. ചില ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളും കൂടി പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ രാവിലെ എന്റെ പാക്കിങ് തുടങ്ങിയ കൂട്ടുകാരെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറി നോക്കിയാലും wonderhealth.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാലും നമ്മുടെ പ്രൊഡക്റ്റുകൾ കാണാട്ടോ. അതിലധികമില്ല, എല്ലാം തന്നെ വാട്സപ്പ് കാറ്റലോഗിലാണ് അധികം. അപ്പൊ ഓരോന്നും ഞാൻ ഇതുപോലെ വെയിറ്റ് നോക്കി ഇതുപോലെ ഞാൻ പാക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു ബിന്ന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ടേബിളിലേക്ക്, ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകും. ഫൈനലി ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യും എത്ര എണ്ണം ഉണ്ട്, നമ്മൾ എടുത്ത് എത്ര സ്ലിപ്പുകൾ എല്ലാം റെഡി അല്ലേ, പിന്നെ വെയിറ്റ് എല്ലാത്തിലും എഴുതിയിട്ടില്ലേ. അങ്ങനെ ടേബിളിൽ വെച്ച് ഞാൻ ഒന്നുകൂടെ ഫൈനലി ഞാൻ എല്ലാം ചെക്ക് ചെയ്യും. അന്നേരമാണ് ഞാൻ മിക്കപ്പോഴും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം. എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല കേട്ടോ. നമ്മൾ വേഗം പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കൊടുത്തു വിടും. അങ്ങനെയാണ്. ചില ദിവസങ്ങൾ നമുക്ക് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡും വേണമല്ലോ. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നു കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട്, സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട്. ഇതുപോലെ പാക്ക് ചെയ്യുന്ന ഞാൻ ഈ ടേബിളിലേക്ക് കൊണ്ടുപോകും ഫൈനലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയും കൂടി പാക്ക് ചെയ്തിട്ട് വരാട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ പാക്കിങ് കഴിഞ്ഞു, കൊടുത്തു വിടാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഞാൻ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പില്. പക്ഷെ നിങ്ങളിത് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയിൽ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, ലേഡീസിന് അത്രയും പ്രയോജനമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ പുരുഷന്മാരെ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ വൈഫിന് സ്നേഹത്തോടെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെല്ലാം. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പെപ്പറൊക്കെ ക്രഷ് ചെയ്യുന്നത്. പെപ്പർ പോലെ എന്ത് വേണേലും ക്രഷ് ചെയ്യാം കേട്ടോ. ഇതിന് 2 എൻഡ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 സാധനങ്ങൾ നമ്മൾ അറ്റ് എ ടൈം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് നടുക്കൂടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നിൽ കുരുമുളക് ഇടാം, അല്ലെങ്കിൽ വേറെ ഒന്നിൽ വേണമെങ്കിൽ സോൾട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടാം. ആ ഒരു രീതിയിൽ ഇടാം. എന്നിട്ട് നമ്മൾ ഇത് അടച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളങ്ങ് അടച്ചു കഴിഞ്ഞിട്ട് ഈ അറ്റത്ത് ഈ ഒരു അറ്റത്ത് ഒരു ക്യാപ്പ് ഉണ്ട്, അതങ്ങ് ഊരുക. അതിനുശേഷം ഇങ്ങനെ ടോട്ടലി തിരിച്ചാൽ മതി. ഇവിടെ പിടിച്ചിട്ട് ടോട്ടലി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെപ്പറൊക്കെ നന്നായിട്ട് ക്രഷ് ആയിട്ട് വീഴും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സാലഡിലോ അല്ലാതെ പെപ്പർ ഇപ്പം എന്തെങ്കിലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ പെപ്പർ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടല്ലോ. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഇപ്പോഴത്തെ 2 പാർട്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വേറെ എണ്ണത്തിലും മറ്റെന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഇട്ടേക്കുന്നത്. അതിന് ഈ അറ്റത്തെ ക്യാപ്പ് തുറന്നിട്ട് നമ്മൾ ടോട്ടലി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് തിരിച്ചാൽ മതി. അപ്പൊ ആ സൈഡിൽ കൂടെ
അത് ക്രഷായിട്ട് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത് അങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് 2 സ്ഥലത്തും ഇതുപോലെ ആ ക്യാപ്പിട്ട് അടച്ചു വെക്കുകയും ചെയ്യാം. അടിപൊളി സാധനമാണ് കൂട്ടുകാരെ. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ സെയിലിന് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരെ പോരെ. അപ്പൊ ഞാൻ പെപ്പർ ക്രഷ് എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടേക്കാം. ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അതൊരു പ്രൊഡക്റ്റ്. ഇനി എന്റെ കൂട്ടുകാരെ ഒരു രക്ഷയില്ല, നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. കിച്ചൺ ക്ലീനർ ആണ്. ഇതെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ സിങ്ക് മുതല് എന്താണോ ഫ്രിഡ്ജിന്റെ ഔട്ട്സൈഡ്, ഇനിയിപ്പോ കറ പിടിച്ച് എന്ത് സംഭവമാണോ നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ടത് അതിന്റെ മുകളിലേക്ക് ഇതാ ഈ ഒരു ക്യാപ്പ് ഊരിയിട്ട് ഇതിങ്ങനെ ഒരു സ്പ്രേ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അങ്ങോട്ട് സ്പ്രേ ചെയ്യുക. അപ്പൊ നല്ല ഫ്രോത്ത് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു കെമിക്കൽ ആയിരിക്കും, പക്ഷെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ശ്വാസം മുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ലോങ് ടൈം ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മൊത്തം നല്ല എന്താ പറയാ അങ്ങ് ഫ്രോത്ത് പോലെ അങ്ങ് ആകും. അതിനുശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച്, ഈ ബ്രഷ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ കോംബോ ആയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബ്രഷ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൈ കൊണ്ട് ചകിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാൻ, അത് ഉപയോഗിച്ചിട്ട് ആ ഫ്രോത്ത് അടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളങ്ങ് ഉരച്ചു കൊടുക്കുക. ബ്രഷ് ആണെങ്കിൽ കയ്യിലൊന്നും പറ്റൂല, അപ്പൊ നന്നായിട്ട് അങ്ങ് ഉരച്ചു കൊടുക്കുക. സിങ്കൊക്കെ കഴുകാൻ പാകത്തിനുള്ള ഒരു കോംബോ ബ്രഷാണ് ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അത് ഒരു രക്ഷയില്ല കൂട്ടുകാരെ. സിങ്കൊക്കെ എന്താ വെട്ടിത്തിളങ്ങും എന്ന് വെച്ചാൽ വെട്ടിത്തിളങ്ങും. അപ്പൊ നമ്മുടെ കിച്ചണിൽ ആദ്യത്തെ ഒരു പക്കാ സ്റ്റീലിന്റെ സിങ്ക് ആയിരുന്നു കേട്ടോ. ഡബിൾ തന്നെയാണ്. പിന്നെ ഞാൻ ഓർത്ത് കുറച്ചും കൂടി നല്ല ടൈപ്പ് മേടിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ അത് മാറ്റിയിട്ട് കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തരം സ്റ്റീലിന്റെ സിങ്ക് ആക്കി. പക്ഷെ എനിക്ക് തോന്നി ആദ്യത്തെ ആ സിങ്ക് തന്നെ ആയിരുന്നു നല്ലതെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം വളരെ പെട്ടെന്ന് ഈ സിങ്കില് പിന്നെ കറ പിടിക്കുന്നു, ചെളി പിടിക്കുന്നു, വാഷ് ചെയ്തോട്ട് പോകുന്നുമില്ല. അങ്ങനെ ഒരുമാതിരി പാട പോലെ ഇങ്ങനെ പിറ്റേ ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ സിങ്ക് കഴുകിയിട്ടാൽ ഒരു വൃത്തിയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുമാതിരി കുഴകുഴാന്നിരിക്കുന്നു, എന്താ പറയാ ഒരു പായൽ പിടിക്കുമ്പോഴത്തെ ഒരു ഫീലൊക്കെ കേട്ടോ. എത്ര ക്ലീൻ ആക്കിയാലും ഒരു വൃത്തിയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം അറിഞ്ഞിട്ട് ഇത് എങ്ങനെ ക്ലീൻ ആക്കും. എന്നിട്ട് ഞാൻ തലേ ദിവസമൊക്കെ ക്ലോറക്സ് ഒക്കെ ഒഴിച്ചിടുക, അതത്ര സേഫ് ഒന്നും അല്ല, ക്ലോറക്സ് ഒക്കെ ഒഴിച്ചിടുക. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ മുതൽ ഒരു രക്ഷയില്ല കൂട്ടുകാരെ. ഈ ക്ലോറക്സ് ഒഴിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നമുക്ക് ഒരാഴ്ചത്തേന് അതിന്റെ ഒരു സ്മെല്ല് അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, സ്മെല്ലില്ല, നമുക്ക് ശ്വാസം മുട്ടത്തില്ല, ഒന്നുമില്ല. എന്ത് മാജിക്കാന്ന് എനിക്കറിയത്തില്ല. ഇത് മുഴുവനും ചൈന ലെറ്ററിലൊക്കെയാണ്, ജപ്പാൻ ഇത് മുഴുവൻ ജപ്പാൻ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതിന്റെ പിന്നെ മാനുവലും ഒക്കെ ചൈനീസ് ഭാഷയിലോ ജപ്പാൻ ഭാഷയിലോ ഏതോ ഒരെണ്ണത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇതിൽ എന്തൊക്കെയാ ചേർത്തേക്കണേ. പക്ഷെ ഒരു പ്രശ്നവും എന്ന് ഞാൻ ഉറപ്പ് പറയാം. എന്തായാലും അടിപൊളി സാധനമാണ്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കിച്ചന്റെ സിങ്ക് പളപള തിളങ്ങാനും തുടങ്ങി. ഭയങ്കര ഈസിയാണ് താനും, ക്ലീനിങ് അടിപൊളിയാണ് താനും. പിന്നെ നല്ല രസമാണ് ഇത് കാണാനും കേട്ടോ. ആ ഒരു രീതിയിൽ ഞാൻ അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പൊ എന്തായാലും മേടിച്ചോളൂ. എന്റെ കയ്യിൽ ഇത് ലിമിറ്റേ ഉള്ളൂ. ഒരു 150 അല്ലെങ്കിൽ ഒരു 175 പീസൊക്കെ എന്റെ കയ്യിൽ ഇപ്പം ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന കൂടാതെ ഞാനിത് ഇത്രയും എന്റെ കയ്യിൽ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളത് മേടിച്ചോളൂ. കൂടുതൽ ഞാൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഓർഡർ കൊടുത്തിട്ടുണ്ട്. കിട്ടിയ അതനുസരിച്ച് ഞാൻ നിങ്ങളോട് വിവരം പറയാം. എന്തായാലും ആദ്യത്തെ ഒരു 175 പേർക്ക് ഞാൻ തരാൻ പറ്റും. ഒരെണ്ണം മേടിച്ചോളൂ. കൂടെ ബ്രഷ് വേണമെങ്കിൽ കോംബോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇല്ല ഇത് മാത്രം മതി, നിങ്ങളുടെ അടുത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമായിട്ട് മേടിച്ചോളൂ. ഒരു രക്ഷയില്ല കൂട്ടുകാരെ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവും. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് തന്നതിന് നിങ്ങൾ എന്നോട് ഉറപ്പായിട്ട് താങ്ക് യു പറയും. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് നമ്മള് പിന്നെ എന്താ അങ്ങ് സിങ്ക് മാത്രമല്ല കേട്ടോ, ഞാനിത് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫ്രിഡ്ജിന്റെ മുകളിൽ സ്പ്രേ ചെയ്യും, എന്നിട്ട് അത് ക്ലീൻ ആക്കും. എവിടെയൊക്കെയോ നിങ്ങൾക്ക് സ്റ്റെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാവണം, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു രീതിയിലാണ്. പിന്നെ ആ കിച്ചൺ സിങ്കിന്റെ ഒക്കെ നമ്മുടെ ബാക്കിയുള്ള വാഷ് ബേസിന്റെ ഒക്കെ ഇങ്ങനെ പൈപ്പൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്കൊക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ അത് ക്ലീൻ ആക്കാം. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. എനിക്കത് എങ്ങനെ വർണ്ണിക്കണം എന്നറിയില്ല. എന്തായാലും പെട്ടെന്ന് ഓർഡർ വന്ന് മേടിച്ചോളൂ. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. സ്റ്റീലിന്റെ ഗ്ലാസ് ആണ്. ഇതൊരു ഗ്ലാസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇപ്പൊ നമ്മള് പിള്ളേരെയും കൊണ്ടൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്യുന്നു, ഇപ്പൊ കാറിൽ പോകുന്നു, നമുക്ക് ഇച്ചിരി വെള്ളം ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കണം, അല്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് കലക്കി കൊടുക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോഫി ഷോപ്പ് കണ്ടോ, അവിടുന്ന് ഒരു ഗ്ലാസ് ചായ മേടിച്ച് വണ്ടിയിലിരുന്ന് കുടിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് പ്രയോജനമുള്ള ഇതുപോലെ എന്താ പറയാ അടക്കി ഒതുക്കി വെക്കാൻ പറ്റുന്ന
കാറിലോ നമ്മുടെ ബാഗിലോ പേഴ്സിലോ നമ്മുടെ പോക്കറ്റിൽ വരെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന വിധത്തിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് ആണിത്. ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒരു അടപ്പ് കൊടുത്തിട്ടുണ്ട്. അടപ്പങ്ങ് തുറക്കുക. അത് കഴിയുമ്പോ ഇതേപോലെ ഒന്നും കുടയുക. അപ്പൊ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. ഇതിലേക്ക് നമ്മളിങ്ങനെ കൈ പിടിക്കുക. കൈ പിടിച്ചോണ്ട് എന്താന്ന് വെച്ചാൽ ഒഴിക്കുക, കുടിക്കുക, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ കലക്കുക, ആ രീതിയിൽ. പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഫോൾഡ് ആവും. പ്രസ് ചെയ്താൽ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഇതിന്റെ ക്യാപ്പ് ഇട്ടിട്ട് അതങ്ങ് അടച്ചു വെക്കാൻ പറ്റും. അത് കണ്ടോ, സൂപ്പറായിട്ട്. അടപ്പ് തുറക്കുക, ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ താഴോട്ട് ഇടുക, അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുടയുക. അപ്പൊ അത് ഗ്ലാസിന്റെ രൂപത്തിലേക്കാകും. അതിനുശേഷം അത് അടച്ചു വെക്കാം. പിന്നെ ഇത് കാറിലൊക്കെ തൂക്കിയിട്ടണമെങ്കിൽ ഒരു പിന്നെ എന്താ പറയാ അതിന് ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിനിപ്പോ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും നമ്മള് അല്ലെങ്കിൽ റൂമിലാ എവിടെയാണോ കൊടുത്തിട്ടുണ്ട് അതിന് ചങ്ങലയും കൂടി കൊടുത്തിട്ടുണ്ട്. സ്റ്റീലാണ്, അതുകൊണ്ട് സേഫ് ആണ്, കഴുകിയെടുക്കാനും എല്ലാത്തിനും എളുപ്പം. പിന്നെ എന്താ പറയാ പ്ലാസ്റ്റിക് അല്ല. നമുക്കിപ്പോ ചൂടൻ ചായ ഇപ്പം മിക്കപ്പോഴും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുട്ടോ കോഫി ഒരു ഗ്ലാസ് കോഫി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ഫ്ലാസ്കിൽ നമുക്ക് ചായ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇതിനേക്ക് ഒഴിച്ച് കുടിക്കാം. ഒത്തിരി പ്രയോജനമുണ്ട്, അതേ പറയാനുള്ളൂ. ബാഗിലിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. ഒരു ഗ്ലാസ് വെള്ളം. ഇനിയിപ്പോ നമ്മൾ ഈ പല സ്ഥലത്തും പോകുമ്പോൾ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആ ഗ്ലാസ് കോമൺ ആയിട്ട് വെച്ചേക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇച്ചിരി അറപ്പ് തോന്നും. അതിൽ എല്ലാവരും ചിലപ്പോൾ ചുണ്ടേ വെച്ച് കുടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും പിടിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? എസ്പെഷ്യലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് OPD-ന്റെ ഒക്കെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ ചെടി എടുക്കാൻ നഴ്സറി പോകുമ്പോൾ കുറെ നേരം അതിലൊക്കെ തപ്പി നടന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും. പക്ഷെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതെല്ലാവരും എടുത്ത് യൂസ് ചെയ്യുന്ന കാണാം. അപ്പൊ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമാവും. നമുക്കൊരു ഡിസ്പോസിബിൾ അങ്ങനെ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഓർക്കുന്നു. പിന്നെ ഇത് കാറേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം നമ്മുടെ ഗ്ലാസ് എടുത്തോണ്ട് പോകുന്നു. നല്ല ക്യാനിലെ വെള്ളമാണല്ലോ, വെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ വെള്ളം എടുക്കുന്നു, നമ്മൾ സ്വസ്ഥമായിട്ട് കാറേ വന്നിരുന്ന് കുടിക്കുന്നു. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ഗ്ലാസ് കൊണ്ട് സോൾവ് ആക്കാം നമ്മുടെ പ്രശ്നം. അത് കഴുകിയിട്ട് നമുക്ക് അത്ര അറപ്പ് തോന്നത്തില്ലല്ലോ, നമ്മൾ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ സൂപ്പർ സാധനമാണ് കൂട്ടുകാരെ. അതുകൊണ്ട് എന്തായാലും ഒരെണ്ണം മേടിച്ചോളൂ. ഇതിങ്ങനെ ഒന്ന് കുടഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നങ്ങ് പിരിക്കുക. അധികം പിരിച്ച് വെള്ളം വെക്കണ്ട. അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഓക്കെ, എന്നാലും ജസ്റ്റ് കൈവെള്ളം കൂടി നമ്മളിങ്ങനെ പിടിക്കുന്നതാണ് അതിന്റെ ഒരു സേഫ്റ്റി. മൂന്ന് ഫോൾഡ് പോലെയുണ്ട്. അതിലേക്ക് നമ്മൾ കൈയും കൂടി ഇങ്ങനെ പിടിച്ചേക്കാം. അപ്പൊ അത് ചായ ചൂടും വെള്ളം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടോ എന്ന് പറഞ്ഞ് താഴോട്ട് പോകത്തില്ല. ഓക്കെ, നമുക്ക് സുഖമായിട്ട് കുടിക്കാം. കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുടിക്കുക. അതിനുശേഷം നമുക്ക് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് അങ്ങ് താത്തുക. ഒരു തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ താന്ന് സൂപ്പറായിട്ടിരിക്കും. ഇനിയിപ്പോ ഇതിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഒന്ന് കുടഞ്ഞ ഗ്ലാസിന്റെ രൂപത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിക്കാം. അപ്പൊ സ്ട്രോങ് ആയിട്ട് നിന്നോളും, ആ ഒരു സ്ട്രെങ്ത് കിട്ടിക്കോളും. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അടച്ചിട്ട് പിന്നെ നമ്മുടെ അടപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് അങ്ങ് ഒന്ന് പ്രസ് ചെയ്യുക. അത് സൂപ്പറായിട്ടിരുന്നു. അപ്പൊ ഈ സ്റ്റീലിന്റെ ഗ്ലാസ് ഇതിനെല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകൾക്കൊന്നും ഒത്തിരി റേറ്റ് ഒന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള ഇങ്ങനെ നിങ്ങൾ നോക്കിക്കോളൂ, ഇങ്ങനെ ഐറ്റംസ് സെയിൽ ചെയ്യുന്ന സൈറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ നോക്കിയോളൂ. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി റേറ്റേ കൊടുക്കുന്നില്ല. അങ്ങനെയാണ്. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ബോംബെ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ്. അപ്പം ഞാൻ ഒത്തിരി റേറ്റ് ഇട്ടിട്ടില്ല, ആ ഒരു രീതിയിലാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആവശ്യമുള്ളൊരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. ഇനി അടുത്ത ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അശ്വിൻ ഇതിന് അഡിക്റ്റ് ആണ് കേട്ടോ. ഇപ്പം എന്റെ സഹായം ഇല്ലാതെ തന്നെ അവനെ എപ്പോ വേണോ ഓടിപ്പോയിട്ട് നമ്മുടെ പീലറും കൊണ്ട് നന്നായിട്ട് നമ്മുടെ പൊട്ടാറ്റോ എടുക്കുന്നു, പീൽ ചെയ്യുന്നു. ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ അവിടെ യൂസിന് വെച്ചിട്ടുണ്ട്. അതെടുക്കുന്നു, നേരെ പൊട്ടാറ്റോ അങ്ങോട്ട് വെക്കുന്നു. ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഔട്ടർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നല്ല എന്താ പറയാ ഈവനായിട്ട് എന്താ പറയാ പൊട്ടോട്ട നമ്മള് ചിപ്സ് ഉണ്ടാക്കുന്ന ആ രീതിയിലേക്ക് കറക്റ്റ് ആയിട്ട് വീഴും. അപ്പം നമ്മുടെ പൊട്ടാറ്റോ വെക്കുന്നു. ഈ മുകളിലത്തെ ഈ ഒരു അടപ്പം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസിന്റെ അതേ രൂപത്തില് വലുപ്പത്തില് ഒരേ തിക്നെസ്സില് നമ്മുടെ പൊട്ടാറ്റോ റെഡി ആയിട്ട് അടിയിലേക്ക് ഒരു പ്ലേറ്റ് വെക്കാലോ, ആ പ്ലേറ്റിലേക്ക് വീഴുന്നു, എടുക്കുന്നു, നമ്മൾ ഫ്രൈ ചെയ്യുന്നു. ഇച്ചിരി കോൺഫ്ലോറോ എന്തെങ്കിലും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നു. അങ്ങനെയാണ്. വളരെ എളുപ്പമാണ്, വളരെ യൂസ്ഫുൾ ആണിത്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ അടയ്ക്കാനുള്ള ആ ഒരു ക്യാപ്പ് എന്ന് പറയാം. പിന്നെ ഇതാ 2 ടൈപ്പ് വലിപ്പത്തിലുള്ള നമ്മുടെ ബ്ലേഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതില്. ഇത് 2 ടൈപ്പ് വലിപ്പത്തിലുള്ള ബ്ലേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറുത്, ഇത് കുറച്ച് വലുത്. അപ്പൊ ചെറുതാണ് പൊട്ടാറ്റോയ്ക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ്. അല്ലേടാ, ചെറുതല്ലേടാ നീ യൂസ് ചെയ്യണേ?
ഇതിൽ ചെറിയ ബ്ലേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒക്കെ വലുപ്പത്തിൽ. മറ്റത് വലിയ എന്തെങ്കിലും ആവശ്യത്തിന് ആ ഒരു രീതിയിലേക്ക്. ഇനിയിപ്പോ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണമെങ്കിൽ ഈ രീതിയിൽ. അപ്പൊ ഇതാ ഈ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചു. അതിനുശേഷം അടിയിലൊരു പ്ലേറ്റ് വെക്കുക. ഇതെങ്ങനെ വെക്കുക, നമ്മുടെ പൊട്ടാറ്റോ എടുക്കുന്നു, പീൽ ചെയ്യുന്നു, വെറുതെ പൊട്ടാറ്റോ ഇങ്ങ് വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് ഈ പൊട്ടാറ്റോ ഇങ്ങ് വെച്ചിട്ട് അങ്ങ് അമർത്തുന്നു. ബസ് ഫ്രഞ്ച് റൈസിന്റെ അതേ രൂപത്തിൽ അടിപൊളിയായിട്ട് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ആയിട്ട് വീഴും. എന്നിട്ട് എടുക്കുന്നു, വറക്കുന്നു. അതാണ് ഇതിന്റെ ടെക്നിക്ക്. നമ്മളൊരു 150ഓളം പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ പലതും എനിക്ക് കാറ്റലോഗിലേക്ക് ഇടാൻ പോലും സമയം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് ഇട്ടേക്കുന്നതും ഒക്കെ അറിഞ്ഞിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത് കോഫി ക്യൂബ്സ് ആണ്, ഔഷധ കാപ്പി, 8 ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരേ ഗ്ലാസ് കുടിക്കാൻ പറ്റുന്നതാണ്. കോഫിയാണ് കേട്ടോ. മധുരമുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ളവർ അത്ര അത് പ്രിഫർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോരോ പ്രൊഡക്റ്റുകൾ, ബോഡി മോയ്സ്ചർ ആണെങ്കിലും ലിപ് ബാം ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വിവാക്സിലാണ് അതിന്റെ ബേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കെമിക്കൽ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും റെഡിയാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പ്രയോജനം കിട്ടും. നമ്മുടെ ചുളിവുകൾ ഇപ്പം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ വരെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളിയാൻ തുടങ്ങും. 50 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ കണ്ട കാലം കരഞ്ഞുകൊണ്ട് ഓടുന്ന അതേ അവസ്ഥയിലാകും. പക്ഷേ നമ്മുടെ ബോഡി മോയ്സ്ചറും അതുപോലെ കഴുത്തിലും ഫേസിലൊക്കെ ബ്യൂട്ടി ഓയിലും മസാജിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനം കിട്ടും. ചുളിവുകൾ മാറിയേ നിൽക്കും. എന്താ പറയാ, പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൃത്തി ഫീൽ ചെയ്യും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ഗ്ലോ കൂടിയ പോലെ അങ്ങനെ തോന്നുകൊണ്ട് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രയോജനം കിട്ടും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഗീ ഒക്കെ എന്തായാലും കഴിക്കണം കൂട്ടുകാരെ. അത് ഒട്ടും മായം ചേരാത്ത ശുദ്ധമായ ഗീ ആണ് നമ്മൾ കഴിക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുക, നമ്മുടെ സ്കിന്നിന് കൊളാജൻ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒത്തിരി പ്രയോജനമുണ്ട്. ഗീ എല്ലാവരും നമ്മുടെ അടുത്ത് മേടിക്കുന്നുണ്ട്. ഈ ബ്രഷ് ചകിരിയുടെ ബ്രഷാണ് കേട്ടോ. അത് നമുക്ക് എണ്ണയൊക്കെ പരട്ടാൻ നല്ല സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചകിരിയുടെ ബ്രഷാണ് കേട്ടോ. മരത്തിന്റെ ഒരു പിടിയൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ രക്തശാലി ഫേസ് പാക്ക് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ ചെറിയ ബോക്സിൽ പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ബോക്സിലാണെങ്കിൽ കൊറിയർ ചാർജ് അവർ കൂടുതൽ എടുക്കും. അപ്പൊ ഞാൻ മാക്സിമം ചവിട്ടി ഒതുക്കി ചെറിയ ബോക്സുകളിലേക്ക് ആക്കാൻ നോക്കൂ കേട്ടോ, കൊറിയർ ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഓരോന്നും ഇങ്ങനെ നോക്കി വെയിറ്റ് നോക്കി നമ്മൾ ബുക്കിലേക്ക് എഴുതി 17 ഐറ്റംസ് ആണ് ആൽബിൻ കെ 17 ഐറ്റംസ് ആണ് ആൽബിൻ കെ പേജും ഓർഡർ വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് 4 പിന്നെ നാച്ചുറൽ ഫേസ് വാഷ് പൗഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്യൂട്ടി ഓയിൽ ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, കമ്മൽ ബോക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ വാർക്കപാത്രത്തിന്റെ ആ അരിപ്പില്ലേ അങ്ങനത്തെ ഉണ്ട് സ്റ്റീലിന്റെ, കസ്തൂരി മഞ്ഞളുണ്ട്, മൈക്രോ ഫൈബർ ഉണ്ട്, പിന്നെ മൈക്രോ ഫൈബർ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ 17 ഐറ്റംസ് ആണ് അങ്ങനെ ടോട്ടൽ ഉള്ളത്. അപ്പൊ ഞാനെല്ലാം ഇങ്ങോട്ട് എടുത്തു വെക്കട്ടെ, പിക്ചർ നോക്കിയിട്ട് എടുത്തു വെക്കട്ടെ കേട്ടോ. അപ്പം എളുപ്പമല്ലേ നൈറ്റിന്റെ ഒക്കെ നോക്കിയെടുക്കാനും. ഇത് കണ്ട കൂട്ടുകാരെ മൈക്രോ ഫൈബറിന്റെ ഒരു ടേബിളൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന ക്ലോത്ത് ആണ് കേട്ടോ അത്. പിന്നെ ഇത് കണ്ട ബാത്റൂം എഴുതിയിട്ടുണ്ട്. ബാത്റൂമിന്റെ മുമ്പിൽ നമുക്ക് ഇടാൻ പറ്റുന്ന മൈക്രോ ഫൈബർ ആണ്. വെള്ളം മുഴുവൻ അബ്സോർവ് ആവും. കസ്തൂരി മഞ്ഞളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ചോറൊക്കെ വറക്കാൻ പറ്റുന്ന ഹോളുള്ള, പിന്നെ നമ്മുടെ മേത്തോട്ട് വെള്ളം തിളച്ച് വീഴാതിരിക്കാൻ പാകത്തിന്. ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. കമ്മൽ ബോക്സ് ആണ്. ഞാനൊരു 10 എണ്ണത്തിൽ എന്റെ പല കളറുള്ള കമ്മലുകൾ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഓരോന്നും ഇങ്ങനെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം, പോയി എടുത്തിട്ട് വരട്ടെ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. ഇത് ഓരോ ബോക്സിന്റെ മുകളിൽ ഏത് കളറാന്നുള്ളത് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് വെള്ള കളറുള്ള കമ്മലെല്ലാം ഞാൻ ഇതുപോലെ അടുക്കി വെക്കും. ഇതുപോലെ 1-2 ബോക്സ് ഉണ്ട് കേട്ടോ എനിക്ക് കമ്മലുകൾ തന്നെ, വെള്ള തന്നെ. അപ്പൊ എന്നിട്ട് ഇതിനടിയിൽ ഒന്നുകിൽ തെർമോക്കോള് അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ അങ്ങനെ അല്ലെങ്കിൽ ക്ലോത്ത് ആണെങ്കിൽ മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് അതിന്റെ ആണി വേണേ കുത്തി ഇറക്കി വെക്കാം. ഞാൻ അങ്ങനെ ആണി കുത്തി ഇറക്കി വെക്കുന്നില്ല, വെറുതെ സിമ്പിൾ ആയിട്ട് തെർമോക്കോളിന്റെ മുകളിലേക്ക് അതിന്റെ സ്പോഞ്ച് ഇട്ടാൽ മതി. അല്ലെങ്കിൽ പേപ്പർ ആണെങ്കിൽ ഇട്ടിട്ട് അതുപോലെ നമുക്ക് ഇടാം. അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതെ ഓരോന്ന് നമുക്ക് ഓരോ ഡ്രസ്സിന് പറ്റുന്നത് നോക്കി എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. വൃത്തിയായിട്ട് പൊടി പിടിക്കാതിരിക്കുകയും ചെയ്യും. ഇത് ലിപ് ബാം മേടിച്ചിട്ടുണ്ട്, ഇത് ബ്യൂട്ടി ഓയിൽ മേടിച്ചിട്ടുണ്ട്, ഇവര് ഫേസ് വാഷ് പൗഡർ ആണ് ഇത്. പിന്നെ ഫ്രോക്ക് നൈറ്റീസ് നമ്മൾ സെയിലുണ്ട്, ചുങ്കിടീന്റെ ഉണ്ട്, അല്ലാത്തതുണ്ട് കേട്ടോ. അപ്പൊ അത് 4 മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തു. ഇനി ഇതെല്ലാം നമുക്ക് ഹെയർ ഓയിലും കൂടി ഇവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റെഡി ആക്കിയിട്ടേ ഉള്ളൂ. അത് ഞാൻ അടുത്ത ട്രിപ്പ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് എനിക്കത് ബോട്ടിലേക്ക് ആക്കണം. ഇത് വെളിച്ചെണ്ണയൊക്കെ അല്ലെങ്കിൽ ഓയിലൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന നല്ല ബോട്ടിലാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട്. സ്റ്റീൽ ആയതുകൊണ്ട് സൂപ്പറാണ്. വലിയ നോബും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് ചൂടാക്കണമെങ്കിൽ സ്റ്റീൽ ആയതുകൊണ്ട് സേഫ് ആയിട്ട്, പ്ലാസ്റ്റിക് കുപ്പികളിൽ ഒഴിച്ചു വെക്കുന്നേക്കാളും എത്രയോ നല്ലതാണ്. എന്തൊരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഇത് റോസ്മേരിയുടെ ലീവ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്.
2 3 സ്പൂൺ എടുത്ത് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക വെള്ളത്തിലേക്ക്, 1 ഗ്ലാസ് വെള്ളത്തിലേക്ക്. എന്നിട്ട് അതൊരു സ്പ്രേ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ട് തലയോട്ടിൽ മുഴുവൻ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. പിന്നെ എണ്ണയൊക്കെ കാച്ചുന്നതിൽ റോസ്മേരി ഇടാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം മേടിക്കുന്നവരുണ്ട്, 9 സാധനം മേടിക്കുന്നവരുണ്ട്. അങ്ങനെ അവരവരുടെ ആവശ്യത്തിനുള്ളതാണ് മേടിക്കുന്നത്. ചിലപ്പോൾ ചെറിയൊരു ലിപ്പാമായിരിക്കും ഓരോരുത്തർ മേടിക്കുന്നത്. അത് നോക്കി നമ്മൾ അതയക്കും. അങ്ങനെയാണ്. വലുതോ ചെറുതോ അങ്ങനെ വലുപ്പ ചെറുപ്പൊന്നും നമുക്കില്ല. എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെ മാത്രം മേടിച്ചാൽ മതി. അങ്ങനെയാണ്. ഇതിപ്പോ ബോഡി മോയ്സ്ചർ, ലിപ് ബാം അങ്ങനെ വരുന്നത്. ക്രാക്ക് ബാം ഉണ്ട്, ലിപ് ബാം ഉണ്ട്. ഒത്തിരി ലിപ് ബാമിൽ തന്നെ 4 കളറുണ്ട്. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്, പ്ലെയിൻ ഉണ്ട് ലിപ്പിന്റെ കെയറിനുള്ളത് കേട്ടോ. അങ്ങനെ ഓരോന്ന്. പിന്നെ ഒത്തിരി പ്രൊഡക്റ്റുകൾ 150ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഈ ഒരു നമ്പറിലേക്ക് കയറി നോക്കിയിട്ട് മേടിച്ചോളൂ കേട്ടോ. അതായത് ബ്യൂട്ടി ഓയിൽ ഒറ്റക്ക് റീചാർജിൽ പൊയ്ക്കോളൂല്ലോ. അപ്പൊ പിന്നെ പല വട്ടമായിട്ട് നിങ്ങൾ പൈസ മുടക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് 1-2 എണ്ണം വെച്ച് നിങ്ങൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കുറെ പേര് മേടിക്കാറുണ്ട്. ചിലപ്പോൾ ചെറുത്തി അനിയത്തിമാർക്കൊക്കെ കൊടുക്കാനുമായിരിക്കും. അങ്ങനെ അപ്പൊ ഇപ്പൊ ഒരു 10 വരെ ഞാൻ പാക്ക് ചെയ്തിട്ട് അച്ഛനെ എണീറ്റ് വന്നു. ഇനി ഇതിൽ വലിയതൊക്കെ ഞാൻ അവനെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കും. ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ മാറ്റും. കുറെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്നവനെ വിളിച്ച് മടുത്തു. ഇപ്പോഴാണ് അവൻ എണീറ്റ് വരുന്നത്. അപ്പോഴത്തേക്ക് ഇനിയിപ്പോ 1-2 വലിയതുള്ളൂ. അത് അവനെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കാം. ബാക്കി ചെറുതൊക്കെ എനിക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇത് എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട്, സൺഡേ ഒഴിച്ച്. അപ്പം ആദ്യം ഓർഡർ തന്നവരെ 100 എണ്ണം വെച്ചാണ് ഞാൻ എല്ലാ ദിവസവും പാക്ക് ചെയ്ത് വിടുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ഓർഡർ കുറവാണെങ്കിൽ അങ്ങനെ വിടും കേട്ടോ. ഈ ഇടയ്ക്ക് നമുക്ക് എല്ലാ ദിവസവും ഒത്തിരി ഓർഡർ പെൻഡിങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഏകദേശം പാക്ക് ചെയ്തു, അങ്ങനെ വെച്ചു. ഇതുപോലെയൊക്കെയാണ് കൂട്ടുകാരെ എന്റെ എല്ലാ ദിവസത്തെ രാവിലെ ഞാൻ എണീറ്റ് പെട്ടെന്ന് പെറ്റ്സുകൾക്ക് ഫുഡ് കൊടുക്കും. എന്നിട്ട് ഞാനൊരു ചായയും എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കും. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്ന മില്ലറ്റ് ദോശയും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പാക്കിങ്ങിന് കയറി. കാരണം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത ചെടിയുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ ചെടി മുകളിൽ പോയിട്ട് പാക്ക് ചെയ്യും. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ. പിന്നെ പാക്കിങ് കഴിഞ്ഞ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ മിക്ക ദിവസം നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ ഓർഡർ വിളിച്ച് പറയും. നമ്മൾ ഓൾറെഡി എല്ലാവരുടെ നമ്പർ എന്റെ കയ്യിൽ സേവ്ഡ് ആണ്, എന്റെ ഫോണിൽ. അപ്പൊ നമ്മൾ ഫ്ലവർ കളക്ട് ചെയ്താണ്. ഒരു 10-325 ഫ്ലവർ നമ്മൾ എല്ലാ പ്രാവശ്യം ഇടും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു ബ്യൂട്ടി ഓയിൽ ഏറ്റവും പ്രയോജനം കിട്ടുന്നത് ഇതുപോലെ റോസാപ്പൂവും കൂടി നമ്മൾ ഇടുന്നതുകൊണ്ടായിരിക്കും. പിന്നെ അതിൽ 8 ആയുർവേദ മരുന്നുകളും ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രയോജനം. നമ്മുടെ മുഖത്തെ ചുളികളൊക്കെ മാറി നല്ല ഗ്ലോ കൂടുന്നതും കുറച്ച് കളറൊക്കെ നമുക്ക് വെക്കുന്നതും ഒക്കെ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുന്നത്. പിന്നെ ദൈവം സഹായിച്ച് നമ്മൾ അതിൽ ഒരു മായവും ചേർക്കാത്തതുകൊണ്ട്, പിന്നെ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നമ്മളുടെ പ്രൊഡക്റ്റ് ഇഷ്ടമാണ്. സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഓർഡറും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം മേടിക്കാൻ വേണ്ടി മിക്ക ദിവസം നമുക്ക് പുറത്ത് പോകേണ്ടി വരും. കൊറിയർ വിട്ട് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ മിക്കപ്പോഴും ഞാനിങ്ങനെ പുറത്ത് പോകും. അച്ഛന് ഇവിടെ ഉള്ളപ്പം ഇവൻ എന്നെ കാറെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോച്ചേട്ടനെ വിളിച്ചിട്ട് നേരെ പോകും. എന്നിട്ട് നമ്മൾ അങ്ങനെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഓരോന്നും വൃത്തിയാക്കി എടുത്ത്. ഈ പൂക്കൾ ഞാൻ തലേദിവസം മേടിച്ച് വെച്ച് കഴുകി എടുത്ത് വെക്കും. വെള്ളമൊക്കെ ഊറി വൃത്തിയായിട്ട് ഇരുന്നോളൂ. ഒന്നെങ്കിൽ അരിഞ്ഞു വെക്കാം, അല്ലെങ്കിൽ പെറ്റൽസ് ആയിട്ട് തന്നെ നമുക്ക് ഇടാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഫുൾ വെളിച്ചെണ്ണ ഒഴിക്കത്തില്ല. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം ലിമിറ്റിൽ നമ്മളത് വേവിച്ചെടുത്ത് അതിന്റെ സത്ത് മുഴുവൻ അതിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് അടുത്തടുത്ത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി ഫൈനലി നമ്മൾ 3 വട്ടം അരിച്ചെടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇത് നമുക്ക് ചോപ്പ് ചെയ്ത് ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് പെറ്റൽസ് ആയിട്ട് ഇടാം. പെറ്റൽസ് ആയിട്ട് ഇടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. കാണാനൊരു ഭയങ്കര ഒരു ഹരമല്ലേ, രസമല്ലേ. അപ്പൊ ഞാൻ സെപ്പറേറ്റ് കഴുകിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കും. ഓരോരോ കളറായിട്ട് ഇടാനൊക്കെ ഒരു രസം, ഒരു ത്രില്ല്. അങ്ങനെ അപ്പൊ എല്ലാ കളറും, അതുമല്ല ഞാൻ കളറായിട്ടുള്ളത് മേടിക്കും. എപ്പോഴും അവരോട് വിളിച്ചു പറയുമ്പോൾ എനിക്ക് വെള്ള വേണം, ഉറച്ചു വേണം, മഞ്ഞ വേണം എന്നൊക്കെ പറയും. നമുക്കൊരു സന്തോഷം അങ്ങനെ കളർ കാണുമ്പോൾ. ഗുണം എല്ലാം സെയിം ആയിരിക്കട്ടെ, എല്ലാ പെറ്റൽസിലും സെയിം ഗുണം തന്നെ ആയിരിക്കും, എന്നാലും രസമല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ കളറും, മഞ്ഞ കളറൊക്കെ കാണുമ്പോൾ ഞാൻ എത്ര നേരം നോക്കിയിരിക്കുന്നത്. എന്ത് രസമാണ് റോസാപ്പൂക്കൾ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും കട്ടിയുള്ള എതളില് എങ്ങനെ കിട്ടുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന റോസാപ്പൂക്കളാണ് ഇതെല്ലാം. അങ്ങനെ ഓരോന്നും നമ്മൾ വേവിച്ച് അതിന്റെ സത്ത് മുഴുവൻ നമ്മുടെ വെളിച്ചെണ്ണയിൽ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുന്ന കേട്ടോ. അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞിട്ടിട്ടും ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടിട്ടും ഉണ്ടാക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 8 ആയുർവേദ മരുന്നുകൾ ചേർക്കുന്നുണ്ട്. ഫൈനലി ഇതിനകത്തോട്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ, ഇപ്പം 10 ലിറ്ററിനാണെങ്കിൽ 400 ഗ്രാം കസ്തൂരി മഞ്ഞളും കൂടി ഞാൻ ചേർക്കും. അങ്ങനെ ആ രീതിയിൽ കസ്തൂരി മഞ്ഞളും കൂടി ചേർത്ത് ഫൈനലി അത് തിളച്ച് വെന്ത് കുറുകി അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മളത് അതിന്റെ ഒരു പാകമുണ്ട്. ആ പാകത്തിൽ നമ്മൾ വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ 3 വട്ടം അരിച്ചെടുക്കും. അങ്ങനെയാണ്. അങ്ങനെ അരിച്ചെടുത്തിട്ട് നമ്മൾ അതിൽ ഒരു സാധനവും ചേർക്കുന്നില്ല. അനാവശ്യമായിട്ട് പ്രിസർവ് ചെയ്യാൻ ഒന്നും ചേർക്കുന്നില്ല. തിളച്ച് വെന്ത് കുറുകി വരുന്നതുകൊണ്ട് അതിന്റെ ഇതിൽ തന്നെ അത് പ്രിസർവ് ആണ്. അങ്ങനെ അണുക്കളെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ
പിന്നെ നമ്മൾ യൂസ് ചെയ്യല്ലേ ആ രീതിക്ക്, അങ്ങനെ കാറിപ്പോകത്ത് ഒന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഓരോ വട്ടം ഇപ്പൊ 6 ദിവസം മാക്സിമം 5 ദിവസം അല്ലെ 6 ദിവസം കൂടുമ്പോൾ എനിക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കേണ്ടി വരും. അത്രയും എനിക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇങ്ങനെ 5-6 ദിവസം കൂടുമ്പോൾ തീരും. അപ്പൊ ഞാനത് അതനുസരിച്ച് പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അന്ന് ഞാൻ കൊറിയർ ചിലപ്പോൾ കുറച്ചേ വിടുള്ളൂ, അല്ലെങ്കിൽ അന്ന് വിടത്തില്ല. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ എന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ടെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. എല്ലാം ഫൈനലി നമ്മൾ അരിച്ചെടുത്ത് ബോട്ടിലേക്ക് ആക്കി ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തി ഉണ്ട് കേട്ടോ. ഇനി ഒരു 5-6 ദിവസത്തേന് ഞാൻ സേഫ് ആണല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. പിന്നെ അതിന് നമ്മൾ ലേബൽ ഒട്ടിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് എല്ലാ ജോലികളും അശ്വൻ കൊച്ച് ചെയ്തു തരും. എനിക്ക് എല്ലാം സ്ലിപ്പൊക്കെ എടുത്തരും. അത് അവൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും ദൂരെ ഇരുന്നും എനിക്ക് ഇവിടുന്ന് പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അവൻ എനിക്ക് എടുത്തു തന്നോളും. അപ്പൊ നമ്മളത് പിന്നെ അതെല്ലാം ഒട്ടിച്ച് അങ്ങനെ വരും. അവനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എല്ലാത്തിനും കൂടിക്കോളും. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ നമുക്ക് എല്ലാം ശീലമായതുകൊണ്ട് ഓക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്യൂട്ടി ഓയിലൊക്കെ ഈ ആഴ്ചത്തേനുള്ളത് അങ്ങനെ റെഡിയാക്കി. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് ക്ലിപ്പ് ചെയ്യാൻ ആഡ് ചെയ്തു ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പൊ എന്റെ ഒരു സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് സമാധാനം. ഇനി 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഓരോ പ്രോഡക്റ്റുകൾ, ഇപ്പൊ ഒരു ദിവസം ബ്യൂട്ടി ഓയിൽ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നമ്മൾ ലിപ് ബാം ഉണ്ടാക്കും, ബോഡി മോയ്സ്ചർ, എല്ലാ സാധനവും ചിലപ്പോൾ ഹെയർ ഓയിലിനുള്ളത് പാക്ക് ചെയ്യണം. അങ്ങനെ ഓരോരോ പ്രോഡക്റ്റുകൾ, നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, ഹെൽത്ത് പ്രോഡക്റ്റുകൾ. പിന്നെ മില്ലറ്റ്സ് ഒക്കെ നമ്മൾ റോ മില്ലറ്റ് 5 ടൈപ്പ് മില്ലറ്റ് മേടിച്ചിട്ട് പാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് 1 kg ആയിട്ട്. അങ്ങനെ പൊടിച്ചിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യണമല്ലോ അളവ് നോക്കിയിട്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് എവറി ഡേ നമുക്ക് വർക്ക് ഉണ്ട്. പണ്ട് എനിക്ക് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആരെയും ജോലിക്കാരെ കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരോ പ്രൊഡക്റ്റ് തീരുന്നതനുസരിച്ച്, അതായത് മോളിൽ നമുക്ക് സ്റ്റോക്ക് റൂം ഉണ്ട്. അവിടുന്ന് ഞാനിങ്ങനെ നമ്മുടെ താഴത്തെ ഇത് ഞാൻ പാക്കിംഗ് റൂമാണ്, മഞ്ഞൾ റൂം എന്ന് ഞാൻ വിളിക്കുന്നത്, ചുമ്മാ പേരിട്ട് വിളിക്കുന്നത്. കസ്തൂരി മഞ്ഞളായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് പപ്പായ സോപ്പിനൊക്കെ വൻ ഡിമാൻഡാണ്. ഇത് പപ്പായ സോപ്പ് തീരാനായി. അപ്പൊ എനിക്ക് എന്താണെന്ന് ഞാൻ മോളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെക്കുമ്പോൾ എനിക്ക് അറിയാം ഏകദേശം തീരാനായിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തത് മേക്ക് ചെയ്ത് മുകളിലും സ്റ്റോക്ക് ചെയ്യാൻ കുറച്ച്, പിന്നെ താഴോട്ട് ഞാനൊരു 3 ദിവസത്തേനൊക്കെ കണക്കാക്കി താഴെ കബോർഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഈസിയാ പാക്ക് ചെയ്യാനും വിടാനും. എനിക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ട് ഇന്ന പ്രൊഡക്റ്റുകൾ തീരാനായി. ഇതിപ്പോ നമ്മുടെ ഗരം മസാല ഇത്രയേ ഉള്ളൂ സ്റ്റോക്കിന്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അടുത്തത് ഇപ്പം മഴ മാറിയല്ലോ, അപ്പോഴത്തേക്ക് എനിക്ക് പൊടിക്കാൻ പറ്റും. മഴക്കാലത്തേന് നമ്മൾ എല്ലാം ഉണക്കി എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അത് അപ്പൊ പൊടിച്ച് അങ്ങനെ കൊടുക്കുമായിരുന്നു. ഇനിയിപ്പം എന്റെ സ്റ്റോക്ക് ഓൾറെഡി ഉണക്കി തീർന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഓൾറെഡി കഴുകി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഒരു 3 ദിവസമൊക്കെ നമ്മളിങ്ങനെ ഉണങ്ങി എടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതിനൊരു അളവും കാര്യങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഓരോ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. രക്തശാലി ഫേസ് പാക്കിനൊക്കെ വൺ ഡിമാൻഡ് കേട്ടോ. അങ്ങനെ നമുക്ക് ഷാമ്പൂ ഉണ്ട്. പിന്നെ ശുദ്ധമായ കാട്ടിൽ നിന്ന് എടുക്കുന്ന തേൻ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. വൻ തേന്, ചെറുതേൻ ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഇല്ല. ഉണ്ടായിരുന്നു, ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഇനി ഇപ്പൊ മഴ മാറി പൂക്കളൊക്കെ ആയി കഴിയുമ്പോഴേ എനിക്ക് പിന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാട്ടുതേനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അതും അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനം. ഇത് നമ്മൾ ആശാളി അരിയും കരിയും ചീരകവും അടിപൊളിയാണ് കൂട്ടുകാരെ. എന്തായാലും നിങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പൊ അത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ 2 കൂടി 100 ഗ്രാം ഉണ്ടാവും. ഇപ്പൊ ഇതിങ്ങനെ ചട്ടിയിലേക്ക് ഒരു ഫ്രൈ പാനിലേക്കോ ഇട്ടിട്ട്, ചട്ടി വേണമെന്നില്ല ഫ്രൈ പാൻ ആണെങ്കിലും ഓക്കെ, അതിലേക്ക് ഇട്ടിട്ട് ചെറുതീയിൽ ഇങ്ങനെ ഒരു 5-8 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യണം. അപ്പൊ അതിങ്ങനെ കടുക് പൊട്ടുപോലെ പൊടുപൊടോ പൊട്ടും. അങ്ങനെ മുന്നോട്ട് പൊട്ടി ഫുള്ള് കരിഞ്ഞ് തീരാനൊന്നും നിൽക്കണ്ട, കരിയണ്ട. അങ്ങനെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് വെന്ത് അങ്ങനെ ഇതാകും, ഫ്രൈ ആകും. അങ്ങനെ ഫ്രൈ ആകുമ്പോൾ അത് വാങ്ങി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ട് 1/4 ടീസ്പൂൺ വെച്ച് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഡെയിലി ഇട്ടിട്ട് നമുക്ക് ഒരു 2 മാസമൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് നാളത്തേന് സ്കിപ്പ് ചെയ്യുക. വീണ്ടും ഒരു 2 മാസത്തേനുള്ളത് മേടിച്ച് വെച്ച് അങ്ങനെ എല്ലാ ലേഡീസും കഴിക്കണം. പുരുഷന്മാർക്കും കഴിക്കാം കേട്ടോ. ഒട്ടിപ്പൊളിയാണ്. ഹോർമോൺ എല്ലാം ബാലൻസ് ആകും. മുടി പൊഴിച്ച് നന്നായിട്ട് കുറയും. മുടി നന്നായിട്ട് തഴച്ച് വളരാൻ തുടങ്ങും. ഈവൻ പുരുകം പോലും നന്നായിട്ട് വളരാൻ തുടങ്ങും. കരിഞ്ചീരകം എന്ന് പറയുന്ന അത്രയും ഗുണമുള്ളതാണ്. ആശാളിയേരി എന്ന് പറയുന്ന പറയോ വേണ്ട, അത്രയും പ്രയോജനമുള്ള സാധനങ്ങളാണ്. കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കൂ. ആശാളിയേരിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. കരിഞ്ചീരകം പിന്നെ ഷോപ്പിലൊക്കെ കിട്ടും. ആശാളിയേരി കുറച്ച് റയറാന്ന് തോന്നും. അപ്പൊ എന്തായാലും നമ്മൾ സെയിലുണ്ട്. നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് വേണമെങ്കിൽ കഴുകി എടുക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പാറ്റി പെറുക്കിയാണ് അത് റെഡിയാക്കിയേക്കണേ. വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ട് പാറ്റി പെറുക്കിയിട്ടാണ് ഞാനത് പാക്ക് ആക്കിയേക്കണേ. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ഫ്രൈ ചെയ്ത് ബോട്ടിലാക്കി ആക്കിയിട്ട് നിങ്ങൾ ഡെയിലി ഒരു 1/4 ടീസ്പൂൺ വെച്ച് കഴിച്ചോളൂ കേട്ടോ. ഓവർ കഴിക്കണ്ട. ഷുഗർ ഒക്കെ താഴെ ഓവർ ഇപ്പൊ ഒരു 3 സ്പൂൺ 2 സ്പൂൺ അങ്ങനെയൊന്നും കഴിക്കരുത്. 1/4 ടീസ്പൂൺ ധാരാളം മതി. അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അത് ഒത്തിരി പ്രയോജനം ചെയ്യും. അപ്പൊ അതും ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരാട്ടോ. ഇതുപോലെ എത്ര പ്രൊഡക്റ്റുകൾ എന്തായാലും നിങ്ങൾ എന്റെ വാട്സാപ്പിൽ ഒന്ന് കയറി നോക്കൂ, കാറ്റലോഗിൽ കയറി നോക്കൂ. എല്ലാത്തിന്റെ റേറ്റും കാര്യങ്ങളും
കാര്യങ്ങളും അതിൽ ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതിൽ വിലയുണ്ട്. പിന്നെ കൊറിയർ ചാർജ് എത്രയാവും എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മുടെ വീടിന്റെ ഒരു സൈഡ് മുറ്റത്തിന്റെ ലാസ്റ്റ് എനിക്ക് അച്ഛനെ ഇതുപോലെ തട്ടുണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ എല്ലാം കഴുകി ഉണങ്ങാനിടുക. ഇതിപ്പോ ഒരു 3 ദിവസം ആയതാണ്. അപ്പൊ ഇന്നത്തെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റും. ഇത്ര 3 ദിവസമൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയാൽ മതി. കഴുകി ഇടുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് എടുത്തു കഴിയുമ്പോൾ നമ്മള് കുറെ ഒന്നിച്ച് ഉണങ്ങി എടുക്കും. ഇതിപ്പോ എനിക്ക് ഒരു ട്രിപ്പിന് പൊടിക്കാനുള്ളതേ ഉള്ളൂ. ഗരം മസാല എന്ന് പറയുമ്പോൾ മീൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ചേർക്കാം. മുട്ടക്കറിക്ക് ചേർക്കാം, ബീഫിനും അതുപോലെ കോഴിക്കറിക്ക് ചേർക്കാം, എല്ലാ കറിക്കും നമുക്ക് പന്നിയിറച്ചിക്ക് ചേർക്കാം, എല്ലാത്തിനും ചേർക്കാൻ പാകത്തിന് ബാക്കിയുള്ള കുരുമുളകും കാര്യങ്ങളും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ് കേട്ടോ. കുരുമുളകൊക്കെ നമുക്ക് തന്നെ ഉണ്ട്, ഏലവും കുരുമുളകൊക്കെ നമുക്ക് തന്നെ ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്നും അമ്മ കൊണ്ടുതരും. ആ ഒരു രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന രീതിയിലാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഓൾറെഡി കഴുകി ഉണങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം ഇപ്പൊ ഉണങ്ങാൻ ഇങ്ങനെ വെച്ച് അങ്ങനെ 3 ദിവസം നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മളത് പൊടിച്ചെടുക്കും. അനിയത്തി കൊച്ചിന് മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ പൊടിപ്പിക്കും. എന്നിട്ട് നമ്മൾ തന്നെ ഇവിടെ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗരം മസാല നമ്മൾ നല്ല വൃത്തിയിൽ കഴുകി ഉണങ്ങി എടുക്കുന്നതാണ്. നല്ല ഡിമാൻഡാണ്, മേടിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിന്റെ സ്മെല്ല് അത്രയും നല്ലതാണ്. കാരണം നമ്മൾ അതിൽ എല്ലാ സാധനവും കസ്കസ് മുതൽ എല്ലാ സാധനവും ഇട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അത് പ്രത്യേക പാകത്തിൽ. എന്നിട്ട് ഇത് വറുക്കും കേട്ടോ, വറുത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വറുത്ത് പൊടിച്ച് നല്ല പാകത്തിലാക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ സോപ്പിനൊക്കെ വൺ ഡിമാൻഡാണ് കേട്ടോ. പപ്പായ സോപ്പുണ്ട്. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകൾ ഞാൻ തീരുമ്പോ ആക്കി വെക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ. ബാക്കി ഒരു 150 പ്രൊഡക്റ്റ് ഉണ്ട്. നേരെ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പോലെ നമുക്ക് അവിടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ മേടിച്ചിട്ട് പോകാം. അപ്പൊ ശരി, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.